അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് നമുക്ക് എങ്ങനെ വരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സെൽറ്റ് ബ്ലാക്കിന് നമുക്ക് വരുന്നൊരു ലോവസ്റ്റ് ഡൗൺ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ EMI നമുക്ക് മാസം വരിക. ഗുഡ് മോർണിംഗ് ടു ഓൾ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു വൺ ഡ്രൈവ്. നിങ്ങളെല്ലാവരും ക്ലാസിക് 350യുടെ ക്രോം എഡീഷനെ പറ്റി കണ്ടിട്ടുണ്ടാവും. നമുക്ക് ക്ലാസിക് 350യിൽ ഒരു ഡാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഡീഷൻ കൂടി വരുന്നുണ്ട്. അതിൽ 2 കളറാണ് വരുന്നത്. ആ കളറിൽ നമ്മുടെ കൂടെ ഇന്നിവിടെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാറ്റ് ബ്ലാക്ക് വേർഷനാണ്, അതായത് ഡാർക്ക് ബ്ലാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒരു വണ്ടീൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു റിവ്യൂ, അത് മാത്രമല്ല ഇതിൽ ചെറിയ മാറ്റങ്ങളുണ്ട്. ക്ലാസിക്കിൻ്റെ ഓരോ വേരിയൻറ്റുകൾ തമ്മിൽ ലോഗോയിൽ പോലും ചെറിയ മാറ്റങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ PVR വേസ് എന്ന് പറഞ്ഞിട്ടുള്ള റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമിലാണ്. അപ്പോൾ ആ ഷോറൂമിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് അതുപോലെ തന്നെ കോൺടാക്ട് നമ്പറെല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതൊരു റോയൽ എൻഫീൽഡിൻ്റെ വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് അറിയുന്നതിൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അറിയാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് അടിക്കാൻ മറക്കുന്നത്, അതുപോലെ തന്നെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാഹനങ്ങൾ സ്നേഹിക്കുന്ന ആൾക്കാർ ഒരു ചെറിയ ഫാമിലിയാണ്. ആ ഫാമിലി നിങ്ങൾക്ക് മെമ്പറാണ് നമ്മുടെ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ക്ലാസിക് 350യുടെ ഡാർക്ക് സ്റ്റെൽത്ത് ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ കേട്ടോ. ശരിക്കും എന്താ പറയുക, വളരെ നല്ലൊരു ബ്ലാക്ക് കളറാണ് വന്നിട്ടുള്ളത്. മൊത്തം ബ്ലാക്കാണ് വണ്ടി, അലോയ് പോലും ബ്ലാക്കാണ് എന്നുള്ളൊരു കാര്യമാണ്. മാത്രമല്ല ഇതിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാതെ തന്നെ അലോയ് വരുന്നത് നമ്മുടെ ഡാർക്ക് എഡീഷനിലാണ് കേട്ടോ. അപ്പോൾ ഡാർക്ക് എഡീഷനിൽ എല്ലാവർക്കും നമുക്ക് അലോയ് കിട്ടും എന്നുള്ളൊരു കാര്യമുണ്ട്. അതാണ് മെയിനായിട്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾക്ക് നമ്മുടെ ക്രോമിലും കിട്ടില്ല, സിഗ്നൽസിലും നമുക്ക് അലോയ് കിട്ടില്ല. രണ്ടിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു പ്ലസ് പോയിന്റ് ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് ലുക്കും നമുക്ക് പരിചയപ്പെടാം. ഫ്രണ്ടിലെല്ലാം നമ്മൾ ഇതുവരെ പരിചയപ്പെട്ട പോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. എന്നാലും ജസ്റ്റ് ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. അതുപോലെ നമ്മുടെ ഇത് ഹെഡ്ലൈറ്റ് വന്നിട്ട് ഹെലജൻ യൂണിറ്റ് ആണ് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് റോയൽ എൻഫീൽഡിൻ്റെ 6 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോഗോ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഈ ഹെഡ്ലൈറ്റിനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും, ഇതിനെ നമുക്ക് ടിൽറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഒരു ആംഗിളിൽ ഇതിനെ സെറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഇവിടെയുള്ള ഈ സ്ക്രൂ ജസ്റ്റ് ഒന്ന് ലൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ ടിൽറ്റ് ചെയ്യാം. പിന്നെ ഇവിടെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കാണാം. ഇൻഡിക്കേറ്റർ എല്ലാം ബ്ലാക്കിലാണ് വന്നിട്ടുള്ളത്, കണ്ടില്ലേ? എല്ലാം ബ്ലാക്കിലാണ് വന്നിട്ടുള്ളത്. എല്ലാം വളരെ രസമായിട്ടുണ്ടെന്ന് പറയാം. എല്ലാം ബ്ലാക്കാണ്. ഫേവറേറ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്ലാക്ക് എന്ന് പറഞ്ഞ കളറ്. പിന്നെ ഇവിടെ നമുക്കിതിൻ്റെ ഫോക്സിൻ്റെ ഒരു തിക്നെസ് ഒക്കെ കാണാൻ പറ്റും. 41 mm ആണ് ഇതിൻ്റെ ഫോക്സ് സൈസിൻ്റെ തിക്നെസ് വന്നിരിക്കുന്നത്. 330 mm ആണ് ഇതിൻ്റെ ഒരു ട്രാവൽ വന്നിരിക്കുന്നത് ഈ സസ്പെൻഷൻ്റെ. അങ്ങനെ ഇതിൽ വരുന്ന അലോയ് പറഞ്ഞാൽ ഇതാണ് നമുക്ക് വരുന്ന അലോയ്. അത്യാവശ്യം നല്ല രസത്തിലുള്ള അലോയിലാണ്. മാത്രമല്ലാണ്ട് ഒരു റെഡ് പെയിൻറ്റിങ് ഇതിലൂടെ പോയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു അലോയ് വന്നിരിക്കുന്നത്. ഫ്രണ്ടിൽ നമുക്ക് ഡിസ്ക് ബ്രേക്സ് വരുന്നുണ്ട്. ഇതിൽ നമുക്ക് ഡുവൽ ചാനൽ ABS വരുന്നുണ്ട്. ഇവിടെ വരുന്ന ഡിസ്ക് ബ്രേക്സ് പറഞ്ഞാൽ 300 mm ആണ് ഇതിൻ്റെ ഡിസ്ക് ബ്രേക്സിൻ്റെ സൈസ് വരുന്നത് ഫ്രണ്ടിൽ. മാത്രമല്ല ഇതിൽ നമുക്ക് ഡുവൽ പിസ്റ്റൺ ആണ് വരുന്നത് കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് റിഫ്ലക്ടർ കാണാം. അങ്ങനെ ഇവിടെ ചെറിയൊരു ക്രോം ഫിനിഷിങ് വരുന്നുണ്ട്. ഈ വണ്ടിയിൽ ഇവിടെ മാത്രമാണ് നമുക്കൊരു ക്രോം ഫിനിഷിങ് കൂടുതലായിട്ട് കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ അങ്ങനെ വരുമ്പോൾ നമുക്കിനി ഇതിൻ്റെ സൈഡിലേക്ക് വരികയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ വയേഴ്സിൻ്റെ എല്ലാം മാനേജ്മെൻറ്റ് നല്ല അടിപൊളിയായിട്ടൊന്ന് ചെയ്തിട്ടുണ്ട്. പിന്നെ സൈലൻസറും ഇതിൽ ബ്ലാക്കാണ് വരുന്നത്. സൈലൻസറെല്ലാം നല്ല രസമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. കാറ്റലിസ്റ്റിക് കൺവേർട്ടർ അവിടെ നിന്ന് നേരെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു. അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ അതിന് എൻജിൻ കംപ്ലീറ്റ് ബ്ലാക്കാണ്, അതും നല്ല ഭംഗിയായിട്ടുണ്ടെന്ന് പറയാം. നമുക്കറിയുന്ന പോലെ നമ്മുടെ J സീരീസ് എൻജിനാണ് വരുന്നത്. 349 cc ആണ് വരുന്നത്. ഇതിൻ്റെ പവർ പറഞ്ഞാൽ 20.2 bhp ആണ് വരുന്നത്. 27 Nm ടോർക്കാണ് വരുന്നത്. അത്യാവശ്യം നല്ല ടോർക്കും അത്യാവശ്യം നല്ല പവറൊക്കെ ഉള്ള ഒരു എഞ്ചിനാണ്. ഇതിൻ്റെ മൈലേജ് പറഞ്ഞാൽ ഏകദേശം ഒരു 30 മുതൽ 40 വരെ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാം. അങ്ങനെ ഇതിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി പറഞ്ഞാൽ 13 ലിറ്ററാണ് ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. ഇവിടെ നമുക്ക് റോയൽ എൻഫീൽഡ് എന്നുള്ളൊരു ബാഡ്ജിങ്ങാണ് നമുക്ക് കാണാൻ പറ്റുക. മറ്റുള്ളതിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ബാഡ്ജിങ്ങുകളൊക്കെയാണ്. ഇവിടെ നമുക്ക് ഇതേപോലൊരു ഗ്രിപ്പ് എന്നുള്ളൊരു റബ്ബർ ഒക്കെ നമുക്ക് കൊടുത്താൽ കാണാൻ പറ്റും. റബ്ബർ പാഡിങ് ഒക്കെ കാണാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ ഈ ഭാഗത്തെല്ലാം നല്ല ബ്ലാക്ക് കാണാം. അതിൽ ചെറിയൊരു റെഡ് ട്രീറ്റ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് ഈ ഒരു
പെട്രോൾ ടാങ്കിൻ്റെ ക്യാപ്പൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. എല്ലാം നല്ല ക്വാളിറ്റി കൂടിയിട്ടുണ്ട്. പിന്നെ സീറ്റിൻ്റെ ഒരു ക്വാളിറ്റി എടുത്ത് പറയേണ്ടത് തന്നെയാണ്. കുഷ്യനാണ്, വളരെ കുഷ്യനായിട്ടുള്ള സീറ്റാണ്. ബാക്ക് സൈഡിൽ പില്ലിൻ്റെ കംഫർട്ട് ഇപ്പോൾ വളരെ നന്നായിട്ട് തന്നെ കൂടിയിട്ടുണ്ട്. ഞാൻ ഈ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വണ്ടിയല്ല, വേറെ ക്ലാസിക് 350 എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ ശരിക്കും വളരെ നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ക്ലാസിക് 350 എന്നുള്ളത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. സീറ്റ് ഹൈറ്റ് പറഞ്ഞാൽ 805 mm ആണ് സീറ്റ് ഹൈറ്റ് നമുക്ക് വരുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസ് പറഞ്ഞാൽ 170 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അത്ര പ്രശ്നമില്ലാത്തൊരു സീറ്റ് ഹൈറ്റും ഉണ്ട്. പിന്നെ അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ മെയിനായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ളൊരു കാര്യം പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഫ്രെയിം തന്നെയാണ്, അതായത് ഇതിൻ്റെ ചേസ് തന്നെയാണ്. ഡുവൽ ഡൗൺ ട്യൂബ് സ്പൈൻ ഫ്രെയിംസാണ് വരുന്നത് കേട്ടോ. ആ ഒരു ഫ്രെയിമും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് തന്നെ നമ്മുടെ മീറ്റിയോറിൽ കാണാൻ പറ്റുന്ന ഫ്രെയിംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് കാരണം തന്നെ മീറ്റിയോറിൽ കിട്ടുന്ന ആ സെയിം കംഫർട്ട് നമുക്ക് ഈ ഒരു വണ്ടിയിൽ ലഭിക്കുന്നുണ്ട്. മാത്രമല്ല ഇതിൻ്റെ സീറ്റിംഗ് പോസ്റ്ററാണ് റെഡിക്കും ഡിഫറെൻ്റ് ഉള്ളത് മീറ്റിയോറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ബാക്കി റൈഡിങ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഏകദേശവും ഓൾമോസ്റ്റ് സെയിം ആണ് വരുന്നത്. എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ നമുക്കിവിടെ റോയൽ എൻഫീൽഡ് എന്നുള്ളൊരു ബ്രാൻഡിങ് നമുക്കിവിടെ കാണാം. ഫുഡ് പാക്കിൻ്റെ പേരിൽ റോയൽ എൻഫീൽഡ് എന്നുള്ള ബ്രാൻഡിങ് കാണാം. ഫുഡ് പാക്കൊക്കെ കുറച്ചുകൂടി നന്നാക്കിയിട്ടുണ്ട് കേട്ടോ. പുറമെ തന്നെ ഇതിൻ്റെ ബ്രേക്കിംഗ് വളരെ നന്നായിട്ട് തന്നെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഞാൻ റെഡിക്കും ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. അതിന് വരുമ്പോൾ ഇവിടെ നമുക്ക് ക്ലാസിക് 350 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിങ് നമുക്ക് കാണാം. ഇവിടെ എല്ലാം ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിംഗ് ആണ് വന്നിട്ടുള്ളത്. എല്ലാം നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാനത്. ഈ പൊസിഷനിലൊക്കെ ഉണ്ടായിരുന്ന അനാവശ്യമായിട്ടുണ്ടായിരുന്ന വയറുകൾ കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ മാനേജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ബാക്ക് സൈഡിൽ റിയർ സൈഡിൽ വരുന്ന ഡിസ്ക് ബ്രേക്സ് എന്ന് പറഞ്ഞാൽ 270 mm ആണ് ഇതിൻ്റെ ഡിസ്ക് സൈസ് വരുന്നത്. സിംഗിൾ പിസ്റ്റനാണ്, ഫ്ലോട്ടിംഗ് കാലിബറാണ് വരുന്നത് കേട്ടോ. അതിന് വരുമ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ സസ്പെൻഷൻ കാണാം. ബാക്കിൽ നമുക്ക് ഡുവൽ സസ്പെൻഷനാണ്, ഡുവൽ ട്യൂബ് സസ്പെൻഷനാണ് വരുന്നത്. ഇവിടെ നമുക്കൊരെണ്ണം വരുന്നുണ്ട്, ഇവിടെ നമുക്കൊരെണ്ണം വരുന്നുണ്ട്. ഇത് നമുക്ക് 6 സ്റ്റെപ്പ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് കാണാം 6 സ്റ്റെപ്പ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന പോലെയുള്ള ഒരു സസ്പെൻഷനാണ് വരുന്നത്. പിന്നെ ബാക്കിൽ നമുക്ക് അലോയ് വീൽസ് തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ ടയർ സൈസ് എന്ന് പറഞ്ഞാൽ 120/80/18 ഇതിൻ്റെ ടയർ സൈസ് വരുന്നത്. C8ൻ്റെ ടയേഴ്സാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഗ്രിപ്പുകൾ, നല്ലൊരു ടയേഴ്സ് തന്നെയാണ് വന്നിട്ടുള്ളത്. അങ്ങനെ നമുക്ക് ഇവിടെ ഒരു ഗ്രാബ് ഹാൻഡിൽ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇതിൻ്റെ സാധാ ഗ്രാബ് ഹാൻഡിൽസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നന്നായിട്ട് തന്നെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പോലെ തന്നെ ഇവിടെ നമുക്ക് എല്ലാം എല്ലങ്കീസാണ്, സ്ക്രൂസും കാര്യങ്ങളൊക്കെ എല്ലങ്കീസാണ് വന്നിട്ടുള്ളത്. എല്ലാം നല്ല ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ റിയറിലേക്ക് വരികയാണെങ്കിൽ റോയൽ എൻഫീൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ് നമുക്ക് കാണാം. ഇവിടെ ഒരു റെട്രോ ലുക്കിലുള്ള നമ്മുടെ എല്ലാം റൗണ്ട് ഷേപ്പിലുള്ള ബ്രേക്ക് ലൈറ്റ് കാണാം, ഇൻഡിക്കേറ്റേഴ്സ് കാണാം, അതുപോലെ നമ്പർ പ്ലേറ്റിനുള്ള പോർഷനും വരുന്നുണ്ട്. ഈ മഡ് ഗാർഡൊക്കെ ഭയങ്കര വൈഡായിട്ടുണ്ട് കേട്ടോ, ഒന്നുകൂടി വൈഡ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഇതിൻ്റെ ബാക്കിൽ ഇപ്പോൾ ശരിക്കും ഇതിൻ്റെ ടയറും ആ ഒരു ബാക്കത്തെ ആ ഒരു ഷേപ്പൊക്കെ ആയിട്ട് നന്നായിട്ട് തന്നെ മാച്ച് ആവുന്നുണ്ട്. കാരണം ടയർ സൈസ് വളരെ നന്നായിട്ട് തന്നെ കൂടിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. ചെയിൻ സോക്കറ്റ് ഉണ്ടായിരുന്നത് ഇവിടേക്ക് വന്നു, ബ്രേക്കിങ് ഈ ഒരു ഭാഗത്ത് മാറി. അങ്ങനെ അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. ഇപ്പോൾ സാധാ ബൈക്കുകളുടെ പോലെ ആയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. മാത്രമല്ല വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഈ വണ്ടീൻ്റെ വളരെ രസമായിട്ട് തന്നെ ഉണ്ട്. 195 കിലോനാണ് ഈ ഒരു വാഹനത്തിന് വന്നിരിക്കുന്നത് വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ഇവിടുത്തെ ഫുഡ് പാക്കിലൊക്കെ നമുക്ക് റോയൽ എൻഫീൽഡ് എന്നുള്ള ബ്രാൻഡിങ് കാണാം. ഇവിടെ നമുക്ക് റോയൽ എൻഫീൽഡ് എന്നുള്ള ബ്രാൻഡിങ് കാണാം. ഇവിടെ നിന്ന് ഈ ഒരു സൈഡിൽ നിന്ന് നമുക്ക് നോക്കുമ്പോൾ ശരിക്കും ഇതിൻ്റെ എൻജിൻ വളരെ മാസ്കുലറായിട്ട് വളരെ വലിയ എൻജിനാണ്. എല്ലാം വളരെ ബ്ലാക്കിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഗിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 5 സ്പീഡാണ് ഗിയർ വരുന്നത് കേട്ടോ. സൈഡ് സ്റ്റാൻഡ് മാത്രം ഇതിൽ ക്രോമാണ് വന്നിരിക്കുന്നത്. മറ്റേ സെൻറ്റർ സ്റ്റാൻഡ് നമുക്ക് ബ്ലാക്കിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അങ്ങനെയാണ് ഇതിൻ്റെ ടോട്ടൽ ഈ ഒരു ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ ബ്ലാക്കിൽ മുങ്ങിയിരിക്കുകയാണ്. അങ്ങനെയാണ് ഡാർക്ക് എഡീഷൻ വന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിനെ പറ്റി നമ്മൾ നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇതേപോലെ ഒരു ഡിജിറ്റൽ സെറ്റപ്പ് വന്നിട്ടുണ്ട്. ഇതിൽ നമുക്കിപ്പോൾ ട്രിപ്പ് എഫ് കാണാം. ട്രിപ്പ് എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റിസർവിൽ എത്ര കിലോമീറ്റർ ഓടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുക. ഒരു ഡിജിറ്റൽ ക്ലോക്ക് വരുന്നുണ്ട്, അതുപോലെ നമുക്കൊരു ഓഡോമീറ്റർ വരുന്നുണ്ട്, ട്രിപ്പ് 1 അതുപോലെ ട്രിപ്പ് 2 ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ വരുന്നത്. പിന്നെ ഇതിൽ നമുക്ക് ഫ്യൂൽ ഇൻഡിക്കേഷൻ വരുന്നുണ്ട്. ബാക്കിയുള്ള ഇൻഡിക്കേഷനൊക്കെ ഇവിടെ നിന്ന് വരുന്നത് ഈ സ്പീഡോമീറ്ററും ബ്ലാക്കും അതുപോലെ വൈറ്റും കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. നന്നായിട്ട് തന്നെ റീഡ് ചെയ്യാൻ പറ്റുന്ന പോലെ വന്നിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ട്രിപ്പർ നാവിഗേഷൻ വെക്കാം. ഇവിടെയൊക്കെ നമുക്ക് റോട്ടറി സ്വിച്ചുകളാണ് വരുന്നത്. ഇവിടെ അതുപോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. അങ്ങനെ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സ് നമുക്ക് ഈ വണ്ടിയിൽ വന്നിട്ടുണ്ട് കമ്പാരിറ്റീവ്ലി പഴയ മോഡലിനെ വെച്ച് നോക്കുമ്പോൾ. ഇതിൽ നമുക്ക് USB ചാർജിങ് പോയിന്റ് വരുന്നുണ്ട്. അത് നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാം കേട്ടോ. കണ്ടില്ലേ, ഇവിടെ നമുക്ക് USB ചാർജിങ് പോയിന്റ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വണ്ടിയിൽ വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഡാർക്ക് എഡിഷൻ ക്ലാസിക് 350 എന്ന് പറഞ്ഞിട്ടുള്ള മോഡലിൽ. ഡാർക്കിൽ നമുക്ക് 2 കളേഴ്സാണ് വരുന്നത്. ഇത് ഡാർക്കിൽ വരുന്ന സ്റ്റെൽത്ത് ബ്ലാക്ക് എന്ന് പറയുന്ന കളറാണ്. പിന്നെ ഇത് കൂടാതെ നമുക്ക് ഡാർക്ക് എഡിഷനിൽ വരുന്നത് ഗൺ മെറ്റൽ ഗ്രേ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു കളറാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് 2 കളേഴ്സാണ് ഡാർക്ക് എഡിഷനിൽ വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് നമുക്ക് എങ്ങനെ വരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന് വരുന്ന ഒരു പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
2,65,000 രൂപയാണ് ഈ ഒരു വാഹനത്തിന് ഓൺ ദ റോഡ് നമുക്ക് റേറ്റ് വരുന്നത്. സെൽറ്റ് ബ്ലാക്കിന് നമുക്ക് വരുന്നൊരു ലോവസ്റ്റ് ഡൗൺ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 27,000 30,000 റേഞ്ചിൽ നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 6,500 രൂപയുടെ റേഞ്ചിലാണ് ഇതിൻ്റെ ഒരു EMI നമുക്ക് മാസം വരിക. 4 വർഷത്തേക്ക് ഉള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. നല്ല രീതിയിലുള്ള പ്രൊഫൈലുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു 90% വരെ ലോണ് ലഭിക്കും. അപ്പോൾ പിന്നെ അങ്ങനെയാണെങ്കിൽ വല്ല പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ളൊരു ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ മതി. എന്നാലും ഞാൻ പറയുകയാണെങ്കിൽ കുറച്ചും കൂടി കൂട്ടി ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കുകയായിരിക്കും നല്ലത്. കാരണം ഓരോ മാസം നമുക്ക് വരുന്ന EMI അത്ര വലിയൊരു ഹ്യൂജ് എമൗണ്ട് ആയിട്ട് വരില്ല എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ വണ്ടറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാഹനങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാർ ഒരു ചെറിയ ഫാമിലിയാണ്. ആ ഫാമിലിയിൽ നിങ്ങൾക്ക് മെമ്പർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ സേഫ്, ബി ബ്ലെസ്ഡ്, ബൈ.